വളരെ ആവേശകരമായ ഒരു സമ്മേളനമാണ്. എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും പാർട്ടിയുടെ ചരിത്രത്തിൽ കൊല്ലം ജില്ലാ സമ്മേളനം. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഞങ്ങൾ പ്രധാനമായിട്ടാണ് കാണാറ്. നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പാർട്ടി നൽകുന്ന സൂചന. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു ഇവിടെ പറയലില്ല. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ ഉദ്ഘോഷിക്കപ്പെടുന്നത് പാർട്ടിയുടെ നവ ഉദാരവൽക്കരണ നയങ്ങളിലേക്കുള്ള മാറ്റം മാത്രമല്ല. പാർട്ടി എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മാത്രമാണ്. ആ വാക്കിനപ്പുറത്തേക്ക് മറ്റൊരഭിപ്രായം കേന്ദ്ര നേതൃത്വത്തിന് പോലുമില്ല. ഒന്നല്ല, രണ്ടല്ല, മൂന്നാം തവണയും LDF ഭരണമെന്ന ടാഗ് ലൈനുമായി കൊല്ലത്ത് ചെങ്കൊടി ഇറങ്ങുമ്പോൾ മൂന്നാം ഭരണമെങ്കിൽ അതും പിണറായി സർക്കാർ എന്ന് തന്നെയാണ് പാർട്ടി ഉറക്കെ വിളിച്ചു പറയുന്നത്. പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ തന്നെയായിരുന്നു സമ്മേളനത്തിലെ താരം. ഉറ്റുനോക്കിയ മറുപടികളിൽ ശ്രദ്ധാകേന്ദ്രവും കയ്യടി വാരിക്കൂട്ടിയതും പിണറായി അല്ലാതെ മറ്റാരുമല്ല. AK ബാലനും PK ശ്രീമതിക്കും പ്രായപരിധിയിൽ ഇളവ് കിട്ടാത്തപ്പോഴും റിട്ടയർമെന്റ് പോലും ബാധകമല്ലാത്തതും പിണറായി വിജയൻ എന്ന നേതാവിന് മാത്രമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടക്കാനാകാതെ P ജയരാജൻ അടക്കം പുറത്തു നിൽക്കുമ്പോൾ CPM എന്നാൽ ഒരു നേതാവിലേക്ക് ചുരുങ്ങുന്ന പാർട്ടിയും ഒരു നേതാവിൽ കേന്ദ്രീകരിക്കുന്ന ചർച്ചകളുമെന്ന് തന്നെയാണോ ഈ സംസ്ഥാന സമ്മേളനം പറയുന്നത്? സംഘടനയെ ഇഴകീറി പരിശോധിക്കേണ്ടിയിരുന്നിടത്തും പ്രാധാന്യം കിട്ടിയത് അധികാര തുടർച്ച എന്ന വാക്കിന് തന്നെയാണോ? ജനങ്ങളാണ് ക്യാപ്റ്റൻ എന്ന വാദത്തിന് ഇനി പാർട്ടിയിൽ പ്രസക്തിയില്ലേ? പിണറായിസം മാത്രമാണോ പാർട്ടി എന്നാൽ പിണറായി? പരിശോധിക്കുന്ന പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ, രാഷ്ട്രീയ നിരീക്ഷകരായ KM ഷാജഹാൻ, N ശ്രീകുമാർ, ജോർജ് പടിപ്പാറ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ B ജയരാജ്, പതിറ്റാണ്ടുകളായി CPM തുടരുന്ന സംഘടനാ ശൈലികളെല്ലാം പൊളിച്ചെഴുതപ്പെടുകയാണോ? പാർട്ടിയുടെ നടപ്പ് രീതികളെല്ലാം തിരുത്തപ്പെടുകയാണോ? ഒരാളിലേക്ക് ചുരുങ്ങുകയാണ്, അല്ലെങ്കിൽ അതുമാത്രമാണ് പാർട്ടി എന്നൊരു സന്ദേശമാണോ കൊല്ലം സംസ്ഥാന സമ്മേളനം നൽകുന്നത്? തീർച്ചയായും അല്ല. 38,000-ലധികം ബ്രാഞ്ച് സമ്മേളനങ്ങളും 2000 ശിഷ്ടം ലോക്കൽ സമ്മേളനങ്ങളും 200-ലധികം ഏരിയ സമ്മേളനങ്ങളും 14-ലധികം ജില്ലാ സമ്മേളനങ്ങളും നടത്തിയതിന് ശേഷമാണല്ലോ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയത്. അവിടെ ചർച്ചകളുണ്ടായിരുന്നു, വിമർശനങ്ങളുണ്ടായിരുന്നു, സ്വയം വിമർശനങ്ങളുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് എടുത്തു പറയാൻ കഴിഞ്ഞ സമ്മേളനത്തിനുണ്ടായിരുന്ന നയരേഖ, പുതിയൊരു നയരേഖ അവതരിപ്പിക്കുന്നു. ആ നയരേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയും കൂടെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടന്നു. അതിനുശേഷം പ്രതിനിധികൾ വിമർശനം നടത്തി, ധാരാളമായ വിമർശനമുണ്ടായി, സ്വയം വിമർശനങ്ങളുണ്ടായി. അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ തന്നെയാണ്, അങ്ങേയറ്റം പൂർണ്ണമായ ജനാധിപത്യത്തിലൂടെ തന്നെയാണ് ആ സമ്മേളനം പരിസമാപ്തിയിലേക്ക് വന്നത്. അപ്പോൾ ഏറ്റവും അവസാനം ഒരു MLA പറഞ്ഞു, പത്മകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹം ex-MLA ആണ്. അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ യോഗ്യരായിട്ടുള്ള ഒരു 10-12 പേരെ തന്നെ എനിക്കറിയാം. കൊല്ലം പട്ടണത്തിനകത്ത് തന്നെ അത്രയും കഴിവുള്ള ആളുകളുണ്ട്. പക്ഷേ അവിടുന്ന് KS ജയമോഹനെയാണ് ഉൾപ്പെടുത്തിയത്. അവിടെ തലമുതിർന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെ ആരും സംസ്ഥാന സമിതിയിൽ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരാരും പരാതിയുമായി ഇങ്ങനെ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങാറില്ല. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ EMS സർക്കാർ, നായനാർ സർക്കാർ, അച്യുതാനന്ദൻ സർക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ സ്വയം വിമർശനം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മന്ത്രിമാർക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, MLA-മാർക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പാർട്ടിയിൽ തന്നെ പാർട്ടിയുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എവിടെയെങ്കിലും മുഖ്യമന്ത്രിക്ക് വിമർശനങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഈ സമ്മേളനത്തിൽ എവിടെയെങ്കിലും ഉയർന്നിരുന്നോ?
മുഖ്യമന്ത്രിക്ക് വിമർശനം വന്നതെന്ന് വെച്ചാൽ നയപരിപാടികളെല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നതുകൊണ്ടും വേറെ വിമർശിക്കാൻ പറ്റിയ ഇതൊന്നും പാർട്ടിക്കാർ കണ്ടെത്താത്തതുകൊണ്ടായിരിക്കാം പാർട്ടിക്കാർ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിമർശിക്കാതിരുന്നത്. അതുമാത്രമല്ല, പക്ഷേ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പുതിയ നയരേഖയെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നു, അതിനകത്ത് കുറേ ക്ലാരിറ്റി വരുത്തേണ്ടി വന്നു. അത് സാധാരണ ജനങ്ങളിൽ നിന്ന് തുടങ്ങി താഴെത്തട്ടിൽ നിന്ന് വന്നതിന് ശേഷമേ ആ നയരേഖ പ്രാവർത്തികമാക്കൂ, ഏതൊക്കെ രീതിയിലാണ് പുതിയ സംവിധാനങ്ങൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ചർച്ചയും അതിനെ തുടർന്ന് മാത്രമാണ് നയരേഖ അംഗീകരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുക ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോടാണ്. ഇന്നലെ MA ബേബി പറഞ്ഞ കണക്കോലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചുകൊണ്ടോ ഒരാളെ കോമ്രേഡ് എന്ന് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ ലീഡർ എന്ന് വിളിച്ചതുകൊണ്ടോ ലീഡർ ആവുന്നില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ആ ജനങ്ങളുടെ പൾസർ ഇന്നൊരു പാർട്ടിയാണ് ഈ CPIM, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPM എന്നുള്ളത്. അതിനനുസരിച്ച് വളരെ ജനാധിപത്യ സ്വഭാവത്തിലോടുകൂടി, അതായത് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ ഒറ്റപ്പെട്ട 1-2 സ്ഥലങ്ങളിലുണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെയാണ് എല്ലാ സമ്മേളനങ്ങളും നടന്നത്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സൂസൻ കോടിയെയും കരുനാഗപ്പള്ളിയിൽ നിന്ന് വേറെ ആരെയും സൂസൻ കോടി ഒഴിവാക്കുകയും ചെയ്തു. അവിടുന്ന് വേറെ ആരെയും സമ്മേളനം ഡോക്ടർ ബി ജയരാജ് ഒഴിവാക്കപ്പെട്ടവരുണ്ട്, പ്രായപരിധി അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നിടത്ത് അതിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നു എന്നുള്ള വിഷയമാണ്. കൊല്ലത്ത് സമ്മേളനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നതിനെ കേന്ദ്രത്തെ വിമർശിക്കുന്ന പ്രമേയം അവതരിപ്പിക്കുന്നു. അവിടെ തന്നെ ആ പങ്കാളിത്ത മാതൃകയിൽ സ്വകാര്യ നിക്ഷേപമാകാം എന്നുള്ളൊരു നയരേഖയിലെ ഉള്ളടക്കം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു. അതായത് മറ്റുള്ളവർക്ക് എന്താണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്, മുഖ്യമന്ത്രി എന്താണ് മുന്നോട്ട് വെക്കുന്നത്, ഏത് തരത്തിലാണ് നയം മാറുന്നത് എന്നുപോലും തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമാണോ? അതാണ് പാർട്ടിക്കകത്തുണ്ടാകുന്നത്. ഒരാൾ പറയുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു എന്ന് മാത്രമാണോ ഇനി മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അനുവദിക്കാതിരിക്കുന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് കൃത്യമായിട്ട് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റീസിൻ്റെ ബില്ല് നമ്മൾ അംഗീകരിച്ചത്. അതുപോലെ തന്നെ ആദ്യമേ സഹകരണ മേഖലയിൽ ഇത് നടത്തി റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കും. അതില്ലെങ്കിൽ ഒരു തേർഡ് ഓപ്ഷനായിട്ടാണ് ഈ PPP, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞൊരു ലെവലിലോട്ട് പോകുന്നത്. അതൊക്കെ എക്സ്ട്രീം മെഷേഴ്സാണ്. അങ്ങനെ 33 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റുമാണ് കടത്തിലുള്ളത്. ഭയങ്കര കടമായിട്ട് ഒരു തരത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് മാത്രമാണ്. അല്ലാതെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന അതേപടി നമ്മൾ അതിൻ്റെ അസറ്റിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വേറെ ഏതെങ്കിലും കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്നൊരു പരിപാടി ആയിരിക്കില്ല എന്തായാലും പുതിയ നയസമീപനം. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ ഒരു നയരേഖ തുടരുമ്പോൾ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള അതിനെതിരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പരമാവധി പിടിച്ചു നിൽക്കുന്നതിൻ്റെ അത്രയും നമ്മൾ പിടിച്ചു നിൽക്കുകയും കുറേ സ്ഥലത്തൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആവേണ്ടി വരികയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനത്തിനെ ആകെപ്പാടെ തകർത്തുകൊണ്ട് കേരളത്തിലെ ശ്വാസം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ വിഫോ സമാഹരണം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. അത് നമ്മൾ മാർക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യങ്ങളുടെ നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വിഫോ സമാഹരണം ഏതെല്ലാം രീതിയിൽ നമ്മൾ വിഫോ സമാഹരണം നടത്തണം, എങ്ങനെയാണ് നമ്മൾ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഒരു ബൂർഷ സമൂഹത്തിൽ എങ്ങനെയാണ് ഏറ്റവും സാധാരണക്കാരിലേക്ക് നീതിയും ന്യായവും അവന് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുക എന്നുള്ളതൊരു പ്രാധാന്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ഷേമ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, സ്ത്രീകൾക്ക് പെൻഷനുകൾ, ഉള്ള പെൻഷൻ നമ്മൾ ഇരട്ടിപ്പിക്കാൻ പോകുന്നതും ഒക്കെ അതിനുവേണ്ടി തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പണം കണ്ടെത്തണ്ടേ? ഈ പണം കണ്ടെത്താൻ നമ്മൾ കിഫ്ബി വഴി സ്വരൂപിച്ച പണം തിരിച്ചടയ്ക്കണ്ടേ? ഇതിൻ്റേതായ ചില രീതിയിൽ, അതായത് ഹയർ ക്ലാസ്, ഹൈലി സാലറീഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് മാത്രമാണ് സെസ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുകയെന്നും യൂസേജ് ഫ്രീ എന്നുള്ള രീതിയിൽ ഒരു 50 വർഷത്തേക്കോ 60 വർഷത്തേക്കോ വളരെ നെഗ്ലിജിബിളായിട്ടുള്ളൊരു എമൗണ്ട് ചുമത്തുകയും അതേപോലെ തന്നെ സാധാരണക്കാരന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് റോഡുകളും മറ്റു കാര്യങ്ങളും സജ്ജമാക്കുമെന്നും ഒക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പൂർണ്ണമായിട്ടൊരു സ്വകാര്യ വൽക്കരണത്തിലുള്ള മാറ്റമല്ല. അസമയം EMSൻ്റെ ഗവൺമെൻറ് തൊട്ട് തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തെ കുത്തതൊഴിലാളിമാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ വലിയ ഇൻഡസ്ട്രീസ് നടത്താൻ ശ്രമിക്കുകയും
അത് പിന്നെ പരിസ്ഥിതിക്കൊക്കെ പ്രശ്നമായതിൻ്റെ ഭാഗമായിട്ട് അടച്ചുപൂട്ടപ്പെടുകയും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനാണ്. ബി ജയരാജ ആ വിശദീകരണം അംഗീകരിക്കുന്നു. അത് ശ്രീ കെ എം ഷാജഹാൻ, ഫ്ലെക്സിബിൾ ആയേ മതിയാകുകയുള്ളൂ. തൊഴിലാളി പാർട്ടി എന്നതിൽ നിന്ന് നവ ഉദാരവൽക്കരണ നയങ്ങളിലേക്കുള്ള ഒരു കൂടുമാറ്റം CPM-ൽ ഉണ്ടാകുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആകാതെ തരമില്ല എന്ന് സമ്മേളനത്തിൽ ഉള്ള പ്രതിനിധികളെ, അതായത് ഒരു പാർട്ടിയെ മുഴുവൻ അഡ്രസ്സ് ചെയ്യേണ്ട എല്ലാവർക്കും കൺവിൻസ് ആകാൻ പോകുന്ന രീതിയിലേക്ക് നേതൃത്വത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു. നേതൃത്വം എന്ന് പറയുന്നത് നയവികസന രേഖ കൊണ്ടുവരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം കേന്ദ്ര നേതൃത്വത്തിനു പോലുമില്ല. ഒരാളിലേക്ക് ചുരുങ്ങുകയാണോ പാർട്ടി? അങ്ങനെ ഈ പാർട്ടിയുടെ എല്ലാ സംഘടനാ രീതികളും പൊളിച്ചെഴുതപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നു കൊല്ലം സംസ്ഥാന സമ്മേളനം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഡോക്ടർ ജയരാജ് ഇത്ര നേരം സംസാരിച്ചു. ഞാൻ ഒരു വാക്ക് പോലും അതിനിടയിൽ കയറി അതിനെ എതിർക്കാനൊന്നും ഞാൻ തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഇടപെടലുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ സമ്മേളനം കണ്ടിട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യ കൂതാശയാണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ലോകത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഘട്ടമുണ്ട്, ഒരു പെനൽറ്റിമേറ്റ് ഘട്ടം. അത് നമ്മൾ സോവിയറ്റ് യൂണിയൻ എടുത്തു നോക്കിയാലും ഈ പറഞ്ഞതുപോലെ റൊമാനിയ എടുത്തു നോക്കിയാലും ഈസ്റ്റേൺ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എടുത്തു നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുന്നതിന് മുമ്പുള്ള ഒരു നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്ന സംഭവമാണ്. അതായത് ഒരാളുടെ കാൽ കീഴിലേക്ക് ഒരു ഏകാധിപതിയുടെ ചവിട്ടടിയിലേക്ക് അവിടുത്തെ പ്രസ്ഥാനം ചുരുങ്ങുന്നു എന്നത് ആണ് അവിടങ്ങളിലെ പാർട്ടികൾ തീരുന്നതിന് മുമ്പുള്ള ഒരു പെനൽറ്റിമേറ്റ് ഘട്ടം. അതിനുശേഷം തീരും. അതാണ് ലോകത്തെമ്പാടും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനൊക്കെ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കുറച്ച് ദിവസങ്ങളായി ഈ കൊല്ലത്ത് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം എന്ന പേരിൽ നടക്കുന്ന ഈ ഒരു മാമാങ്കം. കുറേ യന്ത്രങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ഒരു ഏകാധിപതിയെ ഇങ്ങനെ കൈയടിച്ച് പുകഴ്ത്തുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ ജനങ്ങൾ 2024 നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തടിയാണ് ഈ പറഞ്ഞ ഏകാധിപതിക്ക് കൊടുത്തത്? 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലം ഈ ഏകാധിപതിയുടെ മുഖത്തിന്, കരണത്തിന് ജനം തിരിഞ്ഞും മറിഞ്ഞും കൊടുത്ത അടിയല്ലേ? 6-7 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി ശതകോടികൾ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച് ഒരു 4-5 കോടി വീതം തെരഞ്ഞെടുപ്പ് ഓരോ മണ്ഡലത്തിനും ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എല്ലാ കോടീശ്വരന്മാരും ഈ ഏകാധിപതിയുടെ പുറകിൽ. എന്നിട്ട് എന്താണ് 2024 നടന്നത്? 2024 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം സർക്കാർ വിരുദ്ധതയിലായിരുന്നു. ആകപ്പാടെ ഏലത്തൂർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പാവപ്പെട്ട കെ രാധാകൃഷ്ണൻ 20,000 വോട്ടിനാണ് ജയിച്ചത്. മലപ്പുറത്ത് ജയിച്ച സ്ഥാനാർത്ഥികളെല്ലാം 2.5 ലക്ഷം 3 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. ഏതാണ്ട് ഒരു 10ഓളം സ്ഥാനാർത്ഥികൾ 1 ലക്ഷം വോട്ടിനധികത്തിലാണ് ജയിച്ചത്. അതാണ് ജനവികാരം. ആ ജനവികാരം ഈ കൊല്ലത്ത് നടന്ന ഈ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ മാമാങ്കത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ടോ? പറഞ്ഞേ, ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും. എന്താണ് ലക്ഷ്യം? എന്താണ്? 2 തവണ അധികാരം കിട്ടി. അതുകൊണ്ട് അടുത്ത തവണയും നമുക്ക് അത് ആസ്വദിക്കാനുള്ള ശീതള ഛായയിലേക്ക് പോകണം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പോകുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഏകാധിപതിക്ക് ഇഷ്ടപ്പെടാതെ വരുമോ? ഇഷ്ടപ്പെടാതെ വന്നാൽ ചവിട്ടി പുറത്താക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഒരാളും അതിനകത്ത് ഒരു വാക്ക് പോലും ഉരുവിട്ടില്ല. 2024 ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി തൊഴിച്ച ഒരു ഏകാധിപതി ഈ പാർട്ടിയിൽ സർവാധിപതിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നയങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകത്തൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ നയങ്ങളൊക്കെ നടത്താൻ കൂടെ BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. ഈ പറഞ്ഞ നയങ്ങൾ നടത്താൻ എന്തിനാണ് CPM എന്ന പാർട്ടി, കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോ പോരെ? BJPയുടെ മുമ്പിൽപ്പെട്ടാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സംശയത്തിൽ ഇത് ഫാസിസമാണോ? അവൻ എന്തൊരു ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയുമാണ്. അതിനങ്ങേ അറ്റമല്ലേ?
ഫാസിസമാണെന്ന്. കാരണം പ്രകാശ് കാരാട്ടിനൊക്കെ മോഡി എന്ന് പറഞ്ഞാൽ ഭയമാണ്, എപ്പോൾ പിടിച്ച് അകത്തിലൊന്നും അറിയില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ പോയി മുട്ടിലിഴഞ്ഞ് നിന്നിട്ട് ഇവിടെ ഫാസിസം ഇല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ജനവികാരം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് ജനങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട സമയമാകുമ്പോൾ പ്രതിഫലിപ്പിച്ചോളും. എന്തായാലും എനിക്ക് ആമുഖമായി പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതൊരു പെനൽറ്റി. ആ നയം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ നയം കൂടിയാണ്. അങ്ങനെ ഒരു വിഷയം കൂടിയില്ലേ അതിനകത്ത്? കേന്ദ്രത്തിന് പോലും, കേന്ദ്ര നേതൃത്വത്തിന് പോലും മറ്റൊരു അഭിപ്രായമില്ല. ഇതാണ് ഇനി പാർട്ടിയുടെ നയം. എന്താണ് പിണറായി വിജയൻ പറഞ്ഞ നയവികസന രേഖയിലുള്ളത്? അതാണ് ഇനി പാർട്ടി കേൾക്കാൻ പോകുന്നത്. അതാണ് കേൾക്കാൻ പോകുന്നത്. കാരണം അവിടെ ഒരു പാർട്ടി ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാർട്ടി ഇപ്പോഴത്തെ ഈ നയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അത് പിണറായി വിജയനിലേക്ക് ചുരുങ്ങുന്നതും, പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ കീഴിലുള്ള ഈ പാർട്ടി തീരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയും സന്ദേശവുമായിരുന്നു ഈ സമ്മേളനത്തിൽ ഓരോ മിനിറ്റിലും നടന്നത് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ കെ എം ഷാജഹാൻ. ശ്രീ ജോർജ് പടിപ്പാറ, CPM-ന്റെ അന്ത്യകൂദാശയാണ് ഈ കണ്ടത് എന്ന് ശ്രീ കെ എം ഷാജഹാൻ പറയുന്നു. വന്നിരിക്കുന്നവരെല്ലാം യന്ത്രങ്ങൾ എന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നു. നയങ്ങൾ ഉള്ള വ്യത്യാസമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് ഉയരുന്ന വിമർശനങ്ങളിലൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഏതെങ്കിലും തരത്തിലൊരു എതിർവാക്കോ വിമർശനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അത് ഡോക്ടർ ബി ജയരാജൻ അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വികസന രേഖയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് വേണ്ടത്. ആ വിശദീകരിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നില്ല. വിശദീകരണം വരുന്നു, ആ വിശദീകരണങ്ങളെല്ലാം തൃപ്തികരമാണ്, അത് അംഗീകരിക്കപ്പെടുന്നു. ഒറ്റ ഒരാളിലേക്ക് പാർട്ടി ചുരുങ്ങുന്നത് അത് പാർട്ടിക്ക് ഗുണകരമാകുമോ? ഈ മൂന്നാം ഭരണം എന്നൊരു ടാഗ് ലൈൻ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയാകുമോ? ഉയർത്തിപ്പിടിക്കുന്ന ആ തത്വം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ CPM-ന്? അപർണ, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ CPM-ന്റെ അന്ത്യകുദാശ എന്ന് പറയുന്നതിനോട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. മാത്രമല്ല, അത് ആകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം CPM എന്ന പാർട്ടിയെ കേരളത്തിന് ആവശ്യമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെയുള്ളൊരു പാർട്ടി ഇല്ലാതായി ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോകുന്നതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല. ആ പാർട്ടി ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ, ഒരു പുതിയ സാമൂഹ്യ ബോധം സൃഷ്ടിച്ച, സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു ബോധം സൃഷ്ടിച്ചെടുത്ത പാർട്ടി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഈ പാർട്ടിക്ക് വലിയ സ്ഥാനമുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ സ്ഥാനം പാർട്ടിക്ക് കിട്ടിയത്, CPM-നും അതുപോലെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കിട്ടിയത്, അത് സാമൂഹ്യ നീതിയെക്കുറിച്ച് സങ്കല്പിച്ച, തുല്യതയെക്കുറിച്ച്, സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളില്ലാത്ത ചൂഷണം വലിയ തോതിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന, മർദ്ദിത ജനവിഭാഗങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, ഏറ്റവും അവശത അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആദ്യ പരിഗണന നൽകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും പ്രസക്തി. ആ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നതിനേക്കാൾ ഞാൻ കമ്മ്യൂണിസത്തെ കാണുന്നതും അതിനോട് എനിക്കുള്ള താല്പര്യവും ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെ മനുഷ്യരാശിയെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. വിപ്ലവത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ചെറുപ്പക്കാരെ ഇത്രയേറെ ആകർഷിച്ച ഒരു പ്രത്യയശാസ്ത്രവും ലോകത്തുണ്ടായിട്ടില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാൻ ഈസ് ബൈ ബർത്ത് ഈക്വൽ, എല്ലാ മനുഷ്യരും ജന്മനാ തുല്യരാണ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് സങ്കല്പം. പക്ഷെ ആ തുല്യത ഇല്ലാതാകുന്നത് ഒരു കൂട്ടം മനുഷ്യര് സമ്പത്ത് മുഴുവൻ കൈയടക്കുകയും അങ്ങനെ അധികാരവും സമ്പത്തും അതുപോലെ തന്നെ ആസ്തികളും ഉൽപാദനോപാധികളും മുഴുവൻ ഒരു വിഭാഗം കൈയടക്കി ബാക്കിയുള്ള വിഭാഗത്തിനെ ചൂഷണം ചെയ്ത് അവർ തടിച്ചു കൊടുക്കുന്ന, അപ്പോൾ തുല്യതയ്ക്ക് വേണ്ടിയുള്ള, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള, അതുപോലെ തന്നെ മനുഷ്യനായി മാറ്റാനുള്ള ഒരു പോരാട്ടം, സത്യം പറഞ്ഞാൽ ഒരു വിമോചന പോരാട്ടം, ആ നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കണ്ടതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞു വെച്ചത് അതാണ്. അതായത് മുതലാളിത്തത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ ഉള്ളൊരു പോരാട്ടം. അവിടെ ഉള്ളവനെ കൂടുതലുള്ളവനാക്കുക, ദ റിച്ച് ബിക്കം റിച്ചർ ആൻഡ് ദ പുവർ ബിക്കം പുവറർ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെതിരെയാണ്. മുതലാളിമാരെ സൃഷ്ടിക്കലല്ല വികസനം എന്ന് പറഞ്ഞാൽ. അത് ഒരു പരിധി വരെയെങ്കിലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വരുമാനത്തിലെ അന്തരം കുറച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഈക്വാലിറ്റി എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷെ ഒരു പരിധി വരെയെങ്കിലും വരുമാനത്തിന്റെ കാര്യത്തിൽ, അവസരങ്ങളുടെ കാര്യത്തിൽ ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
താഴെത്തട്ടിലുള്ള മനുഷ്യരോട്, തൊഴിലാളി വർഗത്തോട്, അധസ്ഥിതരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചതും. ചില അപഭ്രംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരളവോളം അത് നിലനിർത്താനും അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ഈ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, CPM പറയുന്നു, ഞങ്ങൾ നയം മാറുകയാണ്. നയം മാറ്റമാണ്. അത് വലതുപക്ഷ വ്യതിയാനമാണ് എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ട്. ഇതുവരെ ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് സ്വതന്ത്ര സമ്പദ്ഘടനയിലേക്ക്, അതുപോലെ തന്നെ ഫ്രീ ക്യാപിറ്റൽ ഇൻഫ്ലോയിലേക്കെല്ലാം എവിടുന്നായാലും മൂലധനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതാണ് ജോർജ് പടിപ്പാറ. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള അടിച്ചമർത്തൽ ഉണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് നടത്തുന്നു. വീട്ടമ്മമാർക്കടക്കം ഞങ്ങൾ പെൻഷൻ കൊടുക്കുകയാണ്. ഇത് പണം എവിടെ നിന്ന് കണ്ടെത്തും? എവിടെ നിന്നാണെങ്കിലും മൂലധനം സമ്പാദിക്കുകയല്ലാതെ പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രാക്ടിക്കൽ ചോദ്യമാണല്ലോ നേരത്തെ ശ്രീ ഡോക്ടർ ബി ജയരാജ് ചോദിക്കുന്നതിന്റെ കാതൽ. ജയരാജനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു സംഗതിയുടെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എന്താ പറയുക, അതിന്റെ കഴുത്ത് ചേരിക്കാൻ പാടുണ്ടോ? കമ്മ്യൂണിസം എന്ന് പിന്നെ പറയാൻ പറ്റുള്ളൂ. നേരത്തെ ശ്രീ ഷാജഹാൻ ചോദിച്ചതുപോലെ ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തുല്യതയ്ക്ക് വേണ്ടിയുള്ള, അതുപോലെ തന്നെ അധസ്ഥിതരോടും പാവങ്ങളോടുമുള്ള ഈ ഒരു മാറ്റി വെച്ചുകൊണ്ട് മൂലധന ശക്തികൾക്ക് വിധേയരാകാൻ ശ്രമിച്ചാൽ, അടിമപ്പെടാൻ തീരുമാനിച്ചാൽ എന്താണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ BJP പിന്തുടരുന്ന സാമ്പത്തിക നയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും തമ്മിലുള്ള വ്യത്യാസം? അതുകൊണ്ട് വികസനത്തിന് വേണ്ടി കമ്മ്യൂണിസം തന്നെ അടിയറ വെക്കുക, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് വികസനം മാത്രമാണ് ഒരേ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണെങ്കിൽ 91 മുതൽ എതിർത്തതിൽ എന്താ അപർണ പ്രസക്തി? അന്ന് മൻമോഹൻ സിംഗും നരസിംഹറാവുവും പറഞ്ഞത് ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, നെഹ്റുവിയൻ സോഷ്യലിസമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നിക്ഷേപങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി അതിവേഗം ഒരു നിക്ഷേപ കുതിപ്പിലേക്കും വ്യവസായവൽക്കരണത്തിലേക്കും ഉൽപാദന വർധനവിലേക്കും നികുതി വരുമാനത്തിലെ കുതിപ്പിലേക്കും പോകാതെ ഇന്ത്യക്ക് ഇനി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഉദാരവൽക്കരണവും ആഗോളീകരണവും ഫ്രീ എക്കോണമിയും അതുപോലെ തന്നെ എന്താ പറയുക ഇതെല്ലാം കൊണ്ടുവന്നത്. അപ്പൊ അതിനെ നഖശികാന്തി എതിർത്ത ഇന്ത്യ മൂലധന ശക്തികൾക്ക് ഇന്ത്യയെ വിൽക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്നു, ഇന്ത്യ ആ സോഷ്യലിസം പാത കൈവെടിഞ്ഞ് മുതലാളിത്തത്തിന്റെ അടിമകളും പ്രചാരകരും അതുപോലെ തന്നെ വിധേയന്മാരുമായി മാറുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവര് ഇപ്പൊ പറയുന്നത് അന്ന് മൻമോഹൻ സിംഗും നരസിംഹറാവുവും പറഞ്ഞത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അന്നും ഇന്ത്യ വലിയ പ്രതിസന്ധിയിലായിരുന്നു, ഇപ്പൊ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ എന്താ പറയാ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണോ ചെയ്യുക? ഞാനിതിനൊന്നും എതിരല്ല. നമുക്ക് വളർച്ച വേണം, വികസനം വേണം, അതുപോലെ തന്നെ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ പറഞ്ഞ മൂല്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചെയ്യുമ്പോൾ അത് എത്ര കണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടും, പക്ഷെ പ്രതിനിധികൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവിടെ തിരുവായ്ക്ക് ഒരു എതിർവായി ഉണ്ടാകുന്നില്ല, എല്ലാവരും അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പുതിയ എന്താ പറയാ സാമ്പത്തിക രേഖയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ എവിടെയാണ് കമ്മ്യൂണിസം പിന്നെ ബാക്കിയാകുന്നത്? ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയ ചർച്ചയല്ല വേണ്ടിയിരുന്നത്. സത്യത്തിൽ ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തു. ഇന്ത്യയിൽ ഫാസിസം പിടിമുറുക്കുമ്പോൾ BJP എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും യോജിച്ചു നിന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇനി എന്താണ് വഴി എന്നല്ലേ ഏറ്റവും ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കേഡർ സ്വഭാവത്തോടുകൂടി വലിയ ഇതോടുകൂടി ചിന്തിക്കാൻ ശേഷിയുള്ള ബുദ്ധിജീവികൾ ധാരാളമുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ അഖിലേന്ത്യാ രാഷ്ട്രീയ യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെടുക പോലും ഉണ്ടായില്ല. ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് എന്നൊരു നിലപാട് മാറ്റത്തിലേക്ക് പോലും CPM കടന്നൊരു സാഹചര്യം കൂടിയാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ N ശ്രീകുമാർ, കേരളത്തിൽ കോൺഗ്രസ് CPM-നെ വിമർശിച്ചത് എക്സ്ട്രീം റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ആശയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ് താങ്കൾ. മറുശബ്ദങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ച ഇതിനകത്ത് വളരെ വ്യക്തമായി കാണുന്നു. P ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പുറത്ത്, MP രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പുറത്ത്, മുഖ്യമന്ത്രിക്ക് പരിപൂർണമായിട്ടുള്ള പ്രശംസ, PA മുഹമ്മദ് റിയാസിന് പരിപൂർണമായിട്ടുള്ള പ്രശംസ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ ആ ശബ്ദങ്ങൾക്കൊന്നും ഇടമുണ്ടാകണ്ട എന്ന് പറയുന്നിടത്ത് നേരത്തെ ശ്രീ ജോർജ് പടിപ്പാറ പറഞ്ഞ പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയില്ല, അധികാര തുടർച്ച മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് തോന്നുമ്പോൾ ഒരുപക്ഷെ വലതുപക്ഷം പോലും അത്ഭുതത്തോടുകൂടി ഇത് കാണുന്നുണ്ടാവുമോ? എന്തൊക്കെ അപർണ
CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ ഞാൻ കാണുന്നില്ല. കാരണം അവർ കഴിഞ്ഞ 8 വർഷമായിട്ട് അവരുടെ എല്ലാ നയങ്ങളും മാറ്റി മാറ്റി വരികയാണ്. അതാണ് അവരുടെ രാഷ്ട്രീയം. പുതിയതായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP-ക്കെതിരായിട്ടുള്ള നിലപാട് ശക്തമാക്കണം. അത് ശക്തമാക്കാൻ തയ്യാറല്ല തങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് EP ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഉൾപ്പെടുത്തിയെന്നുള്ളതാണ്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് അദ്ദേഹം BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിലാണ്. പക്ഷെ അന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് അത് സംഘടനാപരമായ ഒരു നടപടിയല്ല എന്നാണ്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അന്ന് പറഞ്ഞത് സംഘടനാപരമായ നടപടിയാണെന്നാണ്. ഏതാണ് ശരിയെന്ന് പ്രവർത്തകർക്കും അറിയില്ല, നമുക്കും അറിയില്ല. എന്തായാലും സംഘടനാപരമായ നടപടിയല്ലെന്ന ഗോവിന്ദ മാഷിന്റെ അന്നത്തെ നിലപാട് സാധൂകരിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, CPM-ന്റെ ഒരു സമ്മേളനം രാഷ്ട്രീയം ചർച്ച ചെയ്യണമെങ്കിൽ അവിടെ അഭിപ്രായ സംഘടനകളും ആശയ സംഘടനകളും ഉണ്ടാകണം. അതുണ്ടാകാത്ത ഒരു സമ്മേളനത്തിൽ ഒരുവിധ രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ സാധിക്കില്ല. ഇത് വാഴ്ത്തുപാട്ടുകാരുടെ കാലത്ത് നടന്ന ഒരു സമ്മേളനമാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ വിലയിരുത്തിയതാണ്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് രൂപീകരണമോ സംസ്ഥാന കമ്മിറ്റി രൂപീകരണമോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെടാത്തതിൽ ക്ഷുഭിതനായി പത്മകുമാർ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നീട് അത് പിൻവലിച്ചെങ്കിലും അത് ചർച്ചയായ ശേഷമാണ് പിൻവലിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നീറിപ്പുകയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവർ വിചാരിച്ച പോലെ എല്ലാം സുതാര്യമല്ല. അടിച്ചേൽപ്പിച്ച അച്ചടക്കമാണ് അവിടെ നടന്നത്. അവിടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നില്ല. അവിടെ വേണ്ട രീതിയിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അതെല്ലാം ഒരു രീതിയിൽ ഒരു ആജ്ഞാപിക്കലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവ് പത്മകുമാറിൻ്റെ ഇന്നത്തെ പ്രതികരണമാണ്. അതുമാത്രവുമല്ല, P ജയരാജൻ ഇവിടെ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു P ശശിയെ ഒഴിവാക്കി, അതുപോലെ AK ബാലൻ ഒഴിവായി. അതിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം AK ബാലൻ ഒഴിവായാലും ബാലനായിരിക്കും ഇനി ഭരിക്കുക. ശശി സെക്രട്ടേറിയറ്റിൽ വേണമെന്നില്ല. ശശി ക്ലിഫ് ഹൗസിൽ ഇരുന്നാൽ മതി. സെക്രട്ടേറിയറ്റിലേക്ക് ശശിയുടെ കൈകൾ ക്ലിഫ് ഹൗസിൽ നീണ്ടുപോക്കോളും. പിന്നെ എന്തിനാ ശശി സെക്രട്ടേറിയറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്ക് പൊതുജനത്തോട് പറയാമെന്നല്ലാതെ കൃത്യമായിട്ട് ആലോചിച്ചാൽ ഇവരൊന്നും സെക്രട്ടേറിയറ്റ് വേണ്ട. AK ബാലൻ സെക്രട്ടേറിയറ്റ് ഇല്ലെങ്കിലും അദ്ദേഹമാണ് പാർട്ടിയുടെ ഇനിയുമുള്ള പ്രതികരിക്കാനുള്ള നേതാവായിട്ട് അദ്ദേഹം തന്നെ വരും. അദ്ദേഹത്തൊന്നും വിലക്കാൻ പറ്റില്ല. AK ബാലൻ, EP ജയരാജൻ, പിണറായി വിജയനൊക്കെ ഒരേ കാലത്തുള്ളവരാണ്, ഒരേ കോളേജ് പഠിച്ചവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശശിയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ധാരണ ശശിയെ കൂടെ ഒഴിവാക്കി നിർത്തിയെന്ന് പറഞ്ഞാൽ അല്ല. ശശി ക്ലിഫ് ഹൗസിൽ മതി. സെക്രട്ടേറിയറ്റിൽ എന്താണ് നടത്തേണ്ടതെന്ന് ശശി തീരുമാനിച്ചോളും. അതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇവിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം സാധാരണ നടന്നു കഴിഞ്ഞാൽ ആ സമ്മേളനത്തിൽ ഉണ്ടാകാവുന്ന ഒരു നയപ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. സാധാരണ പാർട്ടി സെക്രട്ടറിയും കേന്ദ്ര CPM ദേശീയ ജനറൽ സെക്രട്ടറിയൊക്കെയാണ് സമ്മേളനത്തിൻ്റെ നടപടികൾ നിയന്ത്രിക്കുക. ഇവിടെ പിണറായി വിജയൻ്റെ നവകേരളത്തിലേക്കുള്ള പുതുവഴികളാണ് ചർച്ച ചെയ്തത്. അത് ചർച്ച ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? ചിലരൊക്കെ അഭിപ്രായം ഉന്നയിച്ചു. അഭിപ്രായമല്ല ഉന്നയിച്ചത്, സംശയങ്ങളാണ്. അതായത് വളരെ നിരുപദ്രവമായ സംശയങ്ങളുണ്ടല്ലോ. അങ്ങനെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവിടെ അവകാശം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇതൊന്നും ഈ സമ്മേളനത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഇത് കുറെ കാലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ പ്രതീക്ഷിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ BJPയെ കുറിച്ചുള്ള CPM-ന്റെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. അത് വളരെ വ്യക്തമാണ്. കാരണം BJP അവരുടെ മുഖ്യ ശത്രുവല്ല. അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇനി അതുമാത്രവുമല്ല, ഈ വലതുപക്ഷ ചിന്തയിലേക്ക് CPM പോകുന്നു എന്ന് പറയുമ്പോൾ വലതുപക്ഷ ചിന്ത ഇടതുപക്ഷ ചിന്ത എന്നുള്ള കാലമൊക്കെ പോയി കഴിഞ്ഞു. കോൺഗ്രസിൽ കൂടുതൽ ഇടതുപക്ഷ ചിന്താധിക്കാരായ യുവാക്കൾ വരികയും CPM-ൽ ഇടതുപക്ഷക്കാര് എന്ന് പറഞ്ഞവർ വലതുപക്ഷ ആശയഗതിയിലേക്ക് മാറുകയും ചെയ്യുന്ന കുറെ കാലമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണല്ലോ UDF കൊണ്ടുവന്ന എല്ലാ നയങ്ങളും അപ്പാടെ ഇങ്ങോട്ട് കുടഞ്ഞിടുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാണ് പറ്റുന്നത്, അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഇനി വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇനി ഈ പാർട്ടിയിൽ ഉയർന്നു വരാൻ പോകുന്നത്. അത് P ജയരാജൻ, എന്തുകൊണ്ട് P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം നിസ്സാരമല്ല. കാരണം P ജയരാജനെക്കാട്ടിലും ജൂനിയറായുള്ളവരെ ഉൾപ്പെടുത്തുമ്പോൾ P ജയരാജൻ ഈ പാർട്ടിക്ക് അനഭിമതനാണെന്നൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ഒരു വിഭാഗമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ CPM എന്ന് പറയുന്നത്
നിങ്ങൾ ഈ ചർച്ചയുടെ ഹെഡിങ്ങിൽ കൊടുത്തതുപോലെ പിണറായിയാണ് CPM ആണ് പിണറായി എന്നുള്ളത് 8 വർഷമായി തുടരുന്നതാണ്. അത് അരക്ക് തുറപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അതുമാത്രമല്ല, ഇവിടെ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി, എന്ന യുവ നേതാവ് കൂടുതൽ ശക്തനാവും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിരിക്കുന്നവരെല്ലാവരും, അതിലെ KK ശൈലജയെ ഉൾപ്പെടുത്തിയത് വിമർശനം തടയാൻ വേണ്ടിയിട്ടാണ്. കാരണം ശൈലജയെ പോലുള്ളവരെ മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ P ജയരാജനെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, P ജയരാജനും EP ജയരാജനും MV ജയരാജനും MV ഗോവിന്ദനും അതുപോലെ P ശശിയും ഒക്കെയുള്ള കണ്ണൂരിൽ നിന്നും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്നതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. EP ജയരാജന്റെ അഭിപ്രായ പ്രകടനമൊക്കെ പിണറായിക്ക് അറിയാം എന്താ എവിടെ വരെ എത്തും എന്നുള്ളത്. P ജയരാജന്റെ അഭിപ്രായ പ്രകടനം അങ്ങനെയല്ല. P ജയരാജന് വേണ്ടി ഒരു വിഭാഗം യുവാക്കൾ PJ ആർമി ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ആരാധകർ മറ്റ് നേതാക്കൾക്കില്ല. അതുകൊണ്ട് എങ്കിൽ P ജയരാജൻ പുറത്തു നിൽക്കട്ടെ എന്ന് പാർട്ടി കരുതി. ഇനി അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞു സൂസൻ കോടി എന്ന വനിതാ നേതാവിനെ മാറ്റി നിർത്തി. അതിൽ വലിയ കാര്യമൊന്നുമില്ല. സൂസൻ കോടി ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ പ്രസിഡന്റാണ്. അവരെ കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് ഒരു പ്രകടനം നടത്തിയപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ പാർട്ടി നടപടി എടുത്തു എന്നാണല്ലോ പറയുന്നത്. വിഭാഗീയത അനുവദിക്കില്ല, പ്രാദേശിക തലത്തിൽ വിഭാഗീയത തലപൊക്കുന്നു എന്നൊക്കെയാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മാറ്റി നിർത്തലാണ്. എനിക്ക് തോന്നുന്നത് 6 മാസം കഴിഞ്ഞ് അവരെ ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ എന്താണ്? അത് ഈ സമ്മേളനം പുറത്തേക്ക് വിട്ടില്ലല്ലോ. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എന്താ പറയാതിരുന്ന സമ്മേളനത്തിൽ നമ്മൾ കേട്ടത് ഇതുവരെയുള്ള വഴിയൊക്കെ അടച്ചു. 2016 തൊട്ടുള്ള നവകേരള വഴികളൊക്കെ കഴിഞ്ഞ 9-ാം തീയതി ഈ 2 ദിവസം മുമ്പ് അടച്ചിട്ടു. പിന്നെ പുതുവഴി തുറക്കുകയാണ്. ഈ പുതുവഴി തുറക്കണമെങ്കിൽ അതിലേക്ക് പണം വേണം. പണം ജനങ്ങളുടെ കയ്യിലെത്തണം. പണം ഇവിടെ കിട്ടും. അപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നത് ആ വിഭവ സമാഹരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ 2 രൂപ OP ടിക്കറ്റിന് കൂട്ടി ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ 10 രൂപ ഉണ്ടെങ്കിൽ 12 രൂപയാവും. 2 രൂപ വലിയ കാര്യമാണെന്നാ ചോദിക്കുന്നത്. കാര്യമല്ല എന്ന് ശരി, കാര്യമല്ല, ആയിക്കോട്ടെ. ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഇവിടെ കഴിഞ്ഞിട്ടില്ല. ആ ആശാവർക്കർമാർക്ക് പണം കൊടുത്തിട്ടില്ല. ഇതിൽ എന്ത് നവവഴിയാ, എന്ത് പുതുവഴിയാ? ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായി ഉണ്ടായെന്ന് വരുത്തി തീർക്കണം, മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ നവവഴിയും പുതുവഴി എന്നൊക്കെ പറയുമ്പോഴേ ജനങ്ങൾ ചോദിക്കുന്നത് പണം എവിടെ? അതായത് ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ലല്ലോ, ഈ 2500 രൂപ ആക്കിയിട്ടില്ലല്ലോ. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അതാക്കിയിട്ടില്ലല്ലോ. UDF കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ മാറ്റിമറിക്കുന്നു പറഞ്ഞിട്ട് അത് മാറ്റിമറിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഏത് നയം അവർക്കുള്ളത്? ഇവർ UDFന്റെ നയം ഇവർക്ക് കടമെടുത്തിരിക്കുന്നു. കാരണം എന്താണ്? ഇവർക്ക് നയമില്ല. ഇവർക്ക് എന്താ നയമില്ലാത്ത? ഇവർക്ക് നയമുണ്ടെന്ന് പറഞ്ഞാൽ നടപ്പാക്കാനുള്ള ആർജവം അവർക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പിന്നെ പിണറായി വിജയന്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു പുതുമയില്ല. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ കാല സമ്മേളനങ്ങളിൽ എറണാകുളം സമ്മേളനം വരെ എന്ന് വേണം നമുക്ക് പറയാം. കോട്ടയം സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയാൽ നമുക്കറിയാമല്ലോ. ആലപ്പുഴ സമ്മേളനത്തിലോ കോട്ടയം സമ്മേളനത്തിലോ കണ്ട് ഇവിടെ അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയില്ല. പക്ഷേ പത്മകുമാർ പൊതുസമ്മേളനം ബഹിഷ്കരിച്ച് പോസ്റ്റ് ഇട്ടു. അതിന്റെ അർത്ഥം എന്താണ്? പാർട്ടിയിൽ നീറി പുകയുന്നവരുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷേ നീറിപ്പുകയുന്ന ശബ്ദങ്ങൾക്ക്, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീകുമാർ, നീറിപ്പുകയുന്ന ശബ്ദങ്ങൾക്ക് ഇനി സ്പേസ് ഉണ്ടോ? ആ ശബ്ദം കേൾപ്പിക്കാനും ചോദ്യമുണ്ട്. ഡോക്ടർ B ജയരാജ്, ഒരു നീണ്ട മറുപടി ആയിരിക്കും താങ്കളുടെ ഭാഗം നിന്നുണ്ടാവുക. അതിലൊരു തുടക്കമിട്ട് തരാൻ വേണ്ടി മാത്രം ചോദിക്കുന്നു. നെഹ്റുവിയൻ ചിന്താഗതി പറ്റുകയില്ല ഇനിയെന്ന് പറഞ്ഞ കോൺഗ്രസിനെ നഖശിഖാന്തം എതിർത്ത CPM ഇപ്പോൾ ഇടതുപക്ഷമല്ല, ഇനി വലതുപക്ഷമാണ് എന്ന തരത്തിൽ പരിപൂർണമായിട്ട് മാറുമ്പോൾ എവിടെയെങ്കിലും ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയോ ഒരു നീക്കമോ എവിടെയെങ്കിലും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നോ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കണം, അങ്ങനൊരു ആലോചനയെങ്കിലും ആ സമ്മേളനത്തിന് ഉണ്ടായിട്ടുണ്ടോ? എന്ത് പുതുമയാണ് ഈ സമ്മേളനത്തിനുള്ളത്? എവിടെയാണ് ഇതിൽ ഇടതുപക്ഷമുള്ളത് എന്നാണ് ചോദ്യം. എന്നെപ്പോലെ ശ്രീ KM ഷാജഹാൻ അദ്ദേഹവും പാർട്ടി മെമ്പറായിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നതെന്ന്. ഞാനത് അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല. എന്നാൽ ഇത് അറിഞ്ഞുകൂടാത്ത ശ്രീ N ശ്രീകുമാറിനും ജോർജ് പൊടിപാറയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ ആദ്യമേ ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും
അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുശേഷം ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും, അതിനുശേഷമാണ് സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അന്തർദേശീയവും ദേശീയവുമായ വിഷയങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. പിന്നെ രണ്ടാമത് ഈ ഒരു അവസാനമായിട്ട് ഒരു നേതാവ് വരുമെന്നും അതിനുശേഷം പിന്നെ ഡൂംസ്ഡേ ആണെന്നും ഒക്കെ പ്രവചിക്കുന്നത് കേട്ടു. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗോർബച്ചേവ് ആയിരുന്നോ അവസാനത്തെ നേതാവ്, അതോ ബോറിസ് എൽസിനോ, അതോ ഇനി ഗെന്നഡി ഷുഗാനോവോ, അതോ ഇനി പുടിൻ തന്നെയാണോ? എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തത്? അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു ശീതസമരകാലത്ത് നടന്നത്? അതോ ബ്രഷ്നേവോ, അതോ ഇനി അതിൻ്റെ ബാക്കിലോട്ട് വല്ലതും പോകണോ? അങ്ങനെയൊന്നും അല്ല അതിൻ്റെ ഒരു ഘടന. ആ രീതിയൊക്കെ മാറി നമ്മുടെ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ വരെ ഇടതുപക്ഷ അധികാരത്തിലേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞു ഇടതുപക്ഷം. അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മാറ്റത്തിൻ്റെ പാതയിലാണ്. റഷ്യയിലെ തന്നെ നമ്പർ 2 പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇതാണ് ആഗോള സാഹചര്യം. പിന്നെ ആ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച ശ്രീ പ്രകാശ് കാരാട്ട് വ്യക്തമായിട്ട് തന്നെ ഫാസിസവും നിയോ ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി. ഇപ്പം മാർക്സിസ്റ്റുകാരെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിയോ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതാണ്. കാര്യം ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന് ശേഷം നിയോ മാർക്സിസ്റ്റുകളെന്നാണ് പുതിയ രീതിയിൽ പരമ്പരാഗത മാർക്സിസത്തിൽ നിന്നും പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്നും എങ്ങനെയാണ് കമ്മ്യൂണിസം പറഞ്ഞതെന്ന് കണക്കോലെ പരമ്പരാഗത മാർക്സിസത്തിൽ നിന്നുള്ള മാറ്റമാണ്. കാലത്തിനനുസരിച്ച് മാറ്റം വരുമെന്ന് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും നവയുഗത്തിൽ എങ്ങനെ എന്തെല്ലാം മാർഗങ്ങളാണ് എന്തെല്ലാം തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ വ്യക്തിനിഷ്ഠമായ ഇത്തരം ചർച്ചകളുടെ കാര്യത്തിൽ ഒരു സിംഹഭാവവും അപഹരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം അതൊരു DYFI സമ്മേളനത്തിലോ ഒരു SFI സമ്മേളനത്തിലോ പോലും നടക്കില്ല. പിന്നെയാണ് ഒരു പാർട്ടി സമ്മേളനത്തിൽ, അതൊരു പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഇങ്ങനെ അത് ശ്രീകുമാർ സാറിന് അറിയാൻ വയ്യാത്തതിൻ്റെ കാരണം അവരൊരു സമ്മേളനം നടത്തിയിട്ട് എത്ര വർഷമായി? 10-30 വർഷമായില്ലേ. ആകെപ്പാടെ ഖാർഗെയും ശശി തരൂരും തമ്മിലൊരു മത്സരം നടത്തിയെന്നല്ലാതെ പിന്നെ കുറേ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടത്തിയെന്നല്ലാതെ അല്ലാതെല്ലാം നോമിനേറ്റഡ് അല്ലേ. എത്ര നാളായി ഒരു സമ്മേളനം നടത്തിയിട്ട് ആ സമ്മേളനം പോലും നടത്താതെ ആ സമ്മേളനത്തിൽ എന്താണ് നടക്കുന്നതെന്നറിയാതെ അവിടെ എന്ത് തന്നെ ചർച്ചകളാണ് ഉണ്ടാകുന്നതെന്നറിയാതെ വാഴ്ത്തുപാട്ടുകളാണ് വായ്ത്താരികളാണെന്നൊക്കെ പറയുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ശക്തമായ വിമർശനം ഉണ്ടാകും. ആ വിമർശനം എല്ലാം പുറം ലോകം അറിയണമെന്നൊന്നുമില്ല. സ്വയം വിമർശനം ഉണ്ടാകും. പിണറായി വിജയനെ വിമർശിച്ചിട്ടില്ലെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഓരോ പ്രതിനിധികളും വിമർശിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിമർശനങ്ങളെന്ന് എനിക്ക് TV ചാനലിലെ ചർച്ച വന്നിരുന്നുകൊണ്ട് പറയാൻ പറ്റില്ല. വ്യക്തമായ രീതിയിൽ ഓരോ കൂലങ്കഷമായി പരിശോധിച്ചിട്ടുണ്ട്. ഓരോ നേതാക്കന്മാരെയും അവരവരെ തന്നെയും വ്യക്തമായി വിമർശിച്ചും സ്വയം വിമർശനം നടത്തിയും തന്നെയാണ്. അത് VSൻ്റെ കാലത്താണെങ്കിൽ ശരി, നായനാരുടെ കാലത്താണെങ്കിൽ ശരി, ആർക്കും അങ്ങനെ EMSൻ്റെ കാലത്താണെങ്കിൽ പോലും അങ്ങനെ ഒരു എക്സംഷൻ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഒരു നേതാവ് അങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവം എന്നൊക്കെ പറയുന്നത് അതെനിക്ക് തോന്നുന്ന ഒരു ഫാൻറ്റസിയാണ്. അങ്ങനെ ഒരു ഡിക്റ്റേറ്ററായിട്ട് അല്ലെങ്കിൽ മുണ്ടുടുത്ത മോഡി എന്നൊക്കെ കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് പോലെയുള്ളൊരു ഫാൻറ്റസിയാണ്. അങ്ങനെ നരേന്ദ്രമോദിയുടെ പോലെ തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാളാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നയസമീപനം? ആദ്യമേ പാർട്ടി ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നയരേഖ അവതരിപ്പിച്ചത്. അതിൻ്റെ പാർട്ടി മറുപടി കഴിഞ്ഞതിന് ശേഷമാണ് നയരേഖയുടെ മറുപടി വന്നത്. ഇത് രണ്ടായിട്ട് തന്നെയാണ് നടത്തിയത്. ഇപ്പം മധുരയിലെ പാർട്ടി കോൺഗ്രസ്സിൽ പോയിട്ട് ഈ ഇവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നയരേഖയായിട്ട് അവിടെ അവതരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും കാശ്മീരിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്രതിനിധികളുണ്ടാവും. അവരുടെ മുന്നിൽ നമ്മളുടെ ഒരു പ്രശ്നം എടുത്ത് ചർച്ച ചെയ്യണമെന്ന കാര്യമില്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ നടന്ന സമ്മേളനത്തിൽ, ഇവിടുത്തെ സംസ്ഥാന സമ്മേളനത്തിൽ അത് രേഖയായിട്ട് അവതരിപ്പിച്ചത്. ഇപ്പോൾ വീഡിയോ മൊത്തം ആ രേഖയുടെ പുറകിന് പോവുകയും പാർട്ടി സമ്മേളനത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് വാർത്ത കൊടുക്കാനായിട്ട് ഈ വാർത്ത കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ അവരെയെല്ലാം ഇപ്പോൾ അകറ്റി നിർത്തിയേക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് വാർത്തകളൊന്നും ചോർന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരുന്നത്. ഈ സംശയങ്ങളൊക്കെ തികച്ചും ബാലിശമായിട്ടുള്ള കാര്യമായിട്ടാണ് ഡോക്ടർ ബി ജയരാജ് ചോർന്ന് കിട്ടിയ വാർത്ത മാത്രം വെച്ചിട്ട് ചോദിച്ചേട്ടെ, പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് താങ്കൾ നിയോ കമ്മ്യൂണിസം എന്നുള്ള പദം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് അംഗീകരിക്കാം. പി ജയരാജനെ പോലെ ഒരാൾ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രവേശനം കിട്ടിയില്ല? എം പി രാജേഷ് പുറത്തു പോകുന്നു. അതിലും ഈ ഏകാധിപത്യ സ്വഭാവങ്ങളില്ല, മറുശബ്ദങ്ങൾ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്ന വാദത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാകുന്നില്ല എന്നുകൂടിയാണ്. CPMൻ്റെ സമ്മേളനത്തിൽ സ്ഥിരമായിട്ടൊരു ഒരു നിര നേതാക്കന്മാരെ മുഴുവൻ വെട്ടിനിർത്തിയ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് VB ചെറിയാൻ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, പിന്നെ MM ലോറൻസ്, പിന്നെ C കണ്ണൻ, O ഭരതൻ, ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും, KN രവീന്ദ്രനാഥ്,
ശിവദാസ മേനോൻ, ഇങ്ങനെയുള്ള ഒരു നിര നേതാക്കന്മാരെ മൊത്തം വെട്ടിനിർത്തിയ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയതെന്ന് വെച്ചാൽ ആ സമയത്ത് വിഭാഗീയത ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പോഴങ്ങനെ ഒരു വിഭാഗീയത ഇല്ല. വിഭാഗീയത ഇല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഹിയർ ചെയ്യാനായിട്ട് അവർക്ക് അവരുടെ ഗ്രീവൻസസ് എയർ ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് പോരടിക്കണമെന്ന കാര്യമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയാം. ആരും ആരെയും അടിച്ചമർത്തുന്നില്ല. ആർക്കും ആരെയും സ്തുതിപാഠനത്തിൻ്റെ ആവശ്യമില്ല. വ്യക്തിനിഷ്ഠമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുകയും ചർച്ച ചെയ്യുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നത്. പിന്നെ നേതാക്കന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. കൊല്ലം ജില്ലയിൽ തന്നെ നടത്തി കഴിഞ്ഞാൽ കൊല്ലം പട്ടണത്തിനകത്ത് ഒരു 12 പേരെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റിയ ആളുകളെ, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ ഞാൻ കാണിച്ചു തരാം. ഒരു 10-40 വർഷമായിട്ട് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തലമുതിർന്ന നേതാക്കന്മാരുണ്ട്. അവരാരും സംസ്ഥാന കമ്മിറ്റി വന്നിട്ടില്ലല്ലോ. കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘടന സംവിധാനമുള്ള, അതിന് പകരം കൊണ്ടുവന്നത് കെ ജയമോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണല്ലോ. യുവാക്കളുടെ നിരയിൽ നിന്ന് ആരും വന്നിട്ടില്ലല്ലോ. അവിടെ ചിന്താ ജെറോമിനെയാണല്ലോ കൊണ്ടുവന്നത്, സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കൊല്ലം ജില്ലയിലെ ടൗണിനകത്തുനിന്ന് ഒരു നേതാവ് പോലും വരാത്തൊരവസ്ഥ ഇവിടെ നിന്നുകൊണ്ട് CITUവിൻ്റെ നേതാവായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഒരു സുപ്രധാന നേതാവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാത്ത അവസ്ഥ. ഇങ്ങനെ ചില ആളുകൾ ഒഴിവാക്കപ്പെടുകയും ചില ആളുകൾ ഉൾപ്പെടുകയൊക്കെ ചെയ്യും. അത് ഓരോരുത്തരുടെ മെറിറ്റ് എടുത്ത് പരിശോധിച്ചിട്ടാണ് കൃത്യമായിട്ട് രീതി. അതൊന്നും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അത് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നത് പോലും മറ്റു പാർട്ടികളുടെ കണക്കുപോലെ ജാതിയും മതവും അവരുടെ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ CPMനകത്ത് ഇത് വെക്കുന്നത്, മണ്ഡലം ക്രമീകരിക്കുന്നത്. ഒരാൾ, ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ കോൺഗ്രസ് സെക്രട്ടറി വേറെ, പ്രതിപക്ഷ നേതാവ് വേറെ ജാതി ആവണമെന്നും, അല്ലെങ്കിൽ അതിനകത്ത് ലത്തീൻ കത്തോലിക്കന് സംവരണം കൊടുക്കണമെന്നും മുസ്ലിം സംവരണം കൊടുക്കണമെന്നും അങ്ങനെയൊക്കെ വെച്ച് മാറുന്ന അങ്ങനെ ഒരു സംവിധാനം CPMനകത്തില്ല. ഇതിനകത്ത് എല്ലാ വിധത്തിലുള്ള ആളുകളും ഉണ്ട്. അത് വളരെ സെക്യുലറായിട്ടുള്ളൊരു സമീപനം എടുക്കുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് ഒരാളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇപ്പോൾ PJ ആർമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം ആരുടെ എല്ലാം പേരിൽ ആരാധകരുണ്ട്. ഓരോ മന്ത്രിമാർക്ക് പേര് ആരാധകരുണ്ട്, ആരാധക വൃന്ദമുണ്ട്, സ്തുതിപാഠകരുണ്ട്. അതൊന്നും ഇപ്പോൾ P ജയരാജന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ അത് കുറച്ചുകൂടെ സ്ട്രീറ്റിൽ ഇറങ്ങി ഫ്ലക്സ് വെച്ചപ്പോഴത്തേക്ക് P ജയരാജൻ്റെ ഒരു വിഷയം. പിന്നെ അത് മാത്രമല്ല, രക്തസാക്ഷിത്വത്തിൽ നിന്ന് കഷ്ടിച്ച് ജീവൻ രക്ഷകിട്ടിയ ഒരാളെന്നുള്ള രീതിയിലും P ജയരാജൻ തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ P ജയരാജനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ലെന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് അതിന് കൃത്യമായിട്ട് പറയാനുള്ള കാരണമുണ്ടെന്നേ. അത് P ജയരാജൻ്റെ ചോദ്യങ്ങളെ ഭയന്നുകൊണ്ടാണോ? P ജയരാജൻ അങ്ങനെയൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ഇതുവരെ P ജയരാജൻ്റെ ഒരു കരിയർഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം P ജയരാജൻ അങ്ങനെ വിമർശനങ്ങളൊന്നും, നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള വിമർശനങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളിലെ ചോദ്യങ്ങൾ ചെയ്തിട്ടില്ല. അത്രയും വലിയ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. സൈദ്ധാന്തികമായിട്ട് അത്ര വലിയ ഉയർച്ച ഒന്നും, ദേശാഭിമാനിയുടെ ലേഖനായിരുന്നു, എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ളതല്ലാതെ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അതിന് വേണ്ടുന്ന ആളുകളെ ഉൾപ്പെടുത്തുകയും ഉൾപ്പെടുത്താതിരിക്കുകയും ഉത്തരമായി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KM ഷാജഹാൻ, അതിനുള്ള മറുപടി പ്രത്യേക ഇതിൽ ഏതെങ്കിലും തരത്തിൽ A പത്മകുമാറോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനാവൂർ നാഗപ്പനോ, അദ്ദേഹം CITUവിൻ്റെ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു, അതുപോലെയല്ല P ജയരാജൻ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ തന്നെയാണ് P ജയരാജൻ. ഈ തലപ്പൊക്കമുള്ള നേതാവാണ്, പക്ഷെ എന്താണ് പ്രത്യേകിച്ചുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് ചോദിക്കുന്നു. 52 കൊല്ലം ശരി, 52 കൊല്ലം എൻ്റെ പോയി എന്നാണ് A പത്മകുമാർ പോസ്റ്റ്. അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഒരു നിര നേതാക്കളെ മുഴുവൻ വെട്ടി നിർത്തിയ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടില്ലേ? അത്രയും ഇപ്പോൾ വെട്ടി നിർത്തുന്നുണ്ടോ എന്ന് ശ്രീ ഡോക്ടർ B ജയരാജ് പറഞ്ഞു തുടങ്ങിയത് ഇത്തവണ കാര്യമില്ലേ? അല്ല, പറഞ്ഞ എനിക്ക് സത്യത്തിൽ വളരെയധികം ക്ഷമാശീലം ഈ ചർച്ചയിലൂടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലുള്ള അഭിപ്രായങ്ങൾ, അത് മണ്ടത്തരമൊന്നും അസംബന്ധമൊന്നും ഞാൻ പറയുന്നില്ല, ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ ചാനലുകളിലൊക്കെ വന്നിരുന്ന് പറയാൻ ഇപ്പോഴും ആളുകളുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞാൻ നേരത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏകാധിപതിയുടെ കീഴിൽ വരുന്നത് പെനൽറ്റിമേറ്റ് ആണെന്നും അത് അന്ത്യകൂദാശയാണെന്നും പറഞ്ഞതിന് മറുപടിയായി ഇടതുപക്ഷ പ്രതിനിധി മറ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരുന്നുണ്ട് എന്ന് ഉപമിച്ചു. അത് അബദ്ധമാണ്. ഞാൻ ഉദ്ദേശിച്ചതല്ല. ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്നു പോകുന്നതിന് മുമ്പ് ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാലും ആ രാജ്യങ്ങളിലെല്ലാം ആ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഏകാധിപതിയുടെ ചവിട്ടടിയിൽ വരുമായിരുന്നു. അത് സ്റ്റാലിൻ മുതലുള്ള ചെഷസ്കി മുതലുള്ള നേതാക്കന്മാർ മുതൽ, അല്ല ഞാൻ ഇടപെട്ടില്ലല്ലോ, നിങ്ങൾ മിണ്ടാതിരിക്കേ. ഞാനൊന്ന് ഇടപെട്ട് ഞാൻ പറയുന്ന തെറ്റെങ്കിൽ അത് തെറ്റ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അത് കഴിഞ്ഞ് പറഞ്ഞോ. കാലഘട്ടം അല്ല, ഞാൻ പറഞ്ഞു വന്നത്
ലോക രാജ്യങ്ങളിൽ സാലിൻ്റെ അത് പറഞ്ഞു ഞാൻ പറഞ്ഞു തെറ്റ്. ലോക രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരുന്നതിന് മുമ്പ് ആ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഏകാധിപതിയുടെ ചവിട്ടടിയിലാകുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് ലോകരാജ്യങ്ങളിൽ മാത്രമല്ല പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ അനുഭവമുണ്ട്. അവിടെ പോയിട്ട് ആ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടോ ഇടതുപക്ഷ പ്രതിനിധി? പൊടി കാണാമോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 29 സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ട് ഇയാൾ ഈ പറയുന്ന വലിയ മുഴുത്ത പാർട്ടിക്ക് 2 മണ്ഡലങ്ങളിലാണ് കെട്ടിവെച്ച കാശ് കിട്ടിയത് ഇടതുപക്ഷ പ്രതിനിധി. ത്രിപുരയിൽ 4-5 തവണ ഭരിച്ചു. പൊടിയുണ്ടോ? പൊടി ഒരു ചെറിയ കഷ്ണം അവിടെ കാണിക്കാൻ പറ്റുമോ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് പി ജയരാജനെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്കറിയാവോ പി ജയരാജൻ ആരാണെന്ന്? എനിക്ക് പി ജയരാജനെക്കുറിച്ചിട്ട് പല കാര്യങ്ങളിലും വിമർശനമുള്ള ആളാണ്. പക്ഷേ പി ജയരാജനെ മാറ്റി നിർത്തിയതിന് എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായവുമില്ല. പി ജയരാജൻ പി ജെ ആർമി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി വാഴ്ത്തുപാട്ടുകാരെ പിണറായി വിജയൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പി ജയരാജൻ മാറി നിൽക്കുന്നു. ഈ പി ജയരാജൻ ഇപ്പോഴും ഇരിക്കുന്നു. ശ്രീകുമാർ അവിടെ പറഞ്ഞു, ശ്രീകുമാർ വിവരമില്ലാത്ത ആളാണ്. പാർട്ടിയെക്കുറിച്ചിട്ട് ശ്രീകുമാറിനൊന്നും അറിയില്ല. എല്ലാം അറിയാവുന്ന ഒരു ഇടതുപക്ഷ പ്രതിനിധി ഉണ്ടല്ലോ, നന്നായി. ഈ പി ജയരാജനെ എന്തിനാണ് പുറത്താക്കിയത്? ഈ പി ജയരാജനെതിരെ നടപടി എടുത്തതല്ലേ ഈ പാർട്ടി? ഈ പി ജയരാജനെ നടപടി എടുത്തിട്ട് അയാളെ സെക്രട്ടേറിയറ്റ് ഇത് ഇവിടുത്തെ പാർട്ടിയാണ് എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി. ഒരു നടപടി എടുത്ത് അയാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയതാണ്. അയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലനിർത്തിയിരിക്കുന്നു. ഇതിന് ഇംഗ്ലീഷിൽ അബ്സേർഡ് എന്നല്ലേ നമ്മൾ പറയേണ്ടി വരിക? അബ്സേർഡ്. പത്മകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്താ? ചതി, വഞ്ചന, അവഹേളനം. ആലോചിച്ച് നോക്ക്. എന്നിട്ട് ബി ജെ പിയെ പോലും നാണിക്കുന്ന നിലയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ട് എന്തോ വലിയ, ഞാൻ ചോദിക്കുന്നതിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ MV ഗോവിന്ദൻ 2020-ലോ 2021-ലോ മറ്റോ സംസ്ഥാന സെക്രട്ടറി, ഇത്രയും അവഹേളന പാത്രമായിട്ടുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി CPM-ൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? നമ്മുടെ പിണറായി വിജയനെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളാണ്. പക്ഷേ പിണറായി വിജയൻ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പം ഇതുപോലത്തെ ട്രോളന്മാർക്ക് വിഷയമായിട്ടുണ്ടോ ഇതുപോലത്തെ ഈ MV ഗോവിന്ദനെ കുറിച്ച്? അയാളുടെ അവസാനത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മുതൽ മറ്റേ കേരളയിൽ വരുമ്പം അപ്പം ഗോവിന്ദൻ വരെ ട്രോളന്മാർ വിളിച്ച പരിഹാസ കഥാപാത്രമായ ആളെ ഒരെതിർപ്പുമില്ലാതെ അവിടെ കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. ഇനി ഇരുത്തിയിട്ട് അതിനെല്ലാം ഒന്ന് പ്രത്യശാസ്ത്ര പരിവേഷം, നിയോ മാർക്സിസം. എൻ്റെ അമ്മോ, സത്യം പറഞ്ഞാലുണ്ടല്ലോ സങ്കടം തോന്നുന്നു. ഈ പാർട്ടിയുടെ 10-25 വർഷം ഇതിനകത്ത് ഞാനും പ്രവർത്തിച്ചതാണ്. ഈ പാർട്ടിയുടെ ഒരു അവസ്ഥ, ഈ പാർട്ടിയുടെയൊക്കെ ഒരു മോഡലുകളായി ഈ ജയരാജനെ പോലുള്ള ആളുകളൊക്കെ വരുന്ന ഒരവസ്ഥ പരമദയനീയം എന്നേ പറയാനുള്ളൂ. ലോകരാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരുന്നതിന് മുമ്പ് ഏകാധിപതികളുടെ ചവിട്ടടിയിലായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ്റെ ചവിട്ടടിയിൽ ഈ പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികൾ തന്നെ അടുത്ത ഒരവസരത്തിൽ, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്കാണ് ജയരാജൻ മത്സരം നടന്നത്. ഓക്കെ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് ചിലപ്പോൾ കയറേണ്ടി വരും. അതിന് മുമ്പ് ശ്രീ ജോർജ് പടിപ്പാറ, ആ വിഷയത്തിനകത്ത് പി ജയരാജനെ ഒഴിവാക്കിയത്, ഒരു നിര നേതാക്കന്മാരെ ഒഴിവാക്കിയ ഒരു സമ്മേളനങ്ങളൊക്കെ ഉണ്ടായതിൽ നിന്ന് ഇപ്പോൾ ആ തരത്തിലേക്കുള്ള വിഭാഗീയ വിഷയങ്ങളില്ല, എല്ലാവർക്കും പറയാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് കൂടിയാണ് ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. ശ്രീ ജോർജ് പടിപ്പാറ. ജയരാജന് അങ്ങനെ നമ്മുടെ പാനലിസ്റ്റിന് ജയരാജന് അങ്ങനെ പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം ആ പാർട്ടിയുടെ വക്താവാണ്, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ന്യായീകരണം വേണ്ടി വരും. പക്ഷേ പി ജയരാജൻ എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. പി ജയരാജന് ഇനി ഒരു അവസരമില്ല. അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താനുള്ള അവസാനത്തെ അവസരമായിരുന്നു. ഈ അദ്ദേഹത്തിന് പകരം കയറിയ MV ജയരാജനും EP ജയരാജനും ഒക്കെ പ്രത്യയശാസ്ത്രപരമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പാർട്ടി അണികളെ ഉത്തേജിപ്പിക്കുന്നതിൽ പാർട്ടിക്ക് പരശതം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആ ജില്ലയിലെ ചെറുപ്പക്കാരുടെ സിരകളിലേക്ക് ഒരു ആവേശമായി പടർന്നു കയറാൻ ഈ പി ജയരാജന് കഴിയുന്നിടത്തോളം MV ജയരാജനോ അല്ലെങ്കിൽ EP ജയരാജനോ കഴിഞ്ഞിട്ടുണ്ടാവും.
അല്ലെങ്കിൽ EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി BJP നേതാവുമായിട്ട് ചർച്ച നടത്തുന്നു. അദ്ദേഹം ഈ പറഞ്ഞ ദേശാഭിമാനിയുടെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് കളങ്കിത വ്യക്തികളുമായിട്ട് പലപ്പോഴും ബന്ധപ്പെടുന്നു. ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന ആളുകളെ കുറിച്ചൊക്കെ തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ BJP നേതാവുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ ഒരു പോളിംഗ് ദിവസം കൂടിക്കാഴ്ച നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടായി. അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. നടപടി തന്നെയായിട്ടാണ് അത് ചെയ്തത് എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു. പക്ഷെ ഒടുവിൽ ഇപ്പൊ എന്ത് വന്നിരിക്കുന്നു? അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് ഒരു എന്താ പറയുക, ഒരു ഇളക്കമില്ല. അദ്ദേഹത്തെ അവിടെ നിലനിർത്തി. പക്ഷെ ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയരാജ് പറയുകയാണ്, ജയരാജൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ പാർട്ടിക്ക് കൊടുത്തത്? നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അപമാനിക്കാതിരിക്കുകയെങ്കിലും ചെയ്യട്ടെ. അപ്പൊ അദ്ദേഹത്തിന് പറ്റിയ തെറ്റെന്താ? അദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലൊരു വാഴ്ത്തുപാട്ട് പണ്ടാരോ എഴുതി. അത് വലിയ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ കൂടെ വല്ലാതെ പടർന്നു കയറി. ജയരാജൻ എന്ന് പറയുന്ന ആള് അവിടുത്തെ ഈ പറഞ്ഞ ചുവന്ന സൂര്യനും ഫീനിക്സ് പക്ഷിയും അതുപോലെ തന്നെ കഴുകനും കാറ്റും ഒക്കെ ആയിട്ട് ശ്രീ പിണറായി വിജയന് മുന്നേ തന്നെ കണ്ണൂരിലെ പാർട്ടി ചന്താരകമായിട്ട് പാർട്ടിക്കാര്, അവിടുത്തെ ചെറുപ്പക്കാര്, ഡിവൈഎഫ്ഐക്കാര് അതിനെ വാഴ്ത്തിയത് അന്ന് മുതലേ ഒരു കല്ലുകടിയാണ്. അതിന്റെ പേരിൽ പിന്നീട് വന്നത് നമുക്കറിയാലോ. ഇങ്ങനെ സ്വയം പുകഴ്ത്തലും അല്ലെങ്കിൽ ഇത്തരം ആരും പാർട്ടിയേക്കാൾ വലുതല്ല, ആ പാർട്ടിയിൽ ആരെയും പാർട്ടിക്ക് മീതെ വളരാൻ അനുവദിക്കില്ല, ഇത്തരം പ്രവണതകൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് അത് പിണറായി വിജയന് ബാധകമല്ലാത്തത്? അദ്ദേഹത്തിന്റെ കാര്യം വരുമ്പോൾ ഒന്നും ബാധകമല്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്രായം ബാധകമല്ല, മത്സരിച്ച തവണകൾ ബാധകമല്ല, അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഈ 8.5 വർഷത്തെ ഭരണത്തിനിടയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് വകുപ്പിന്റെ പേരിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത്? ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നത്? ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതൊക്കെ ശരി, പക്ഷെ ഇപ്പോഴും ആരോപണങ്ങൾ പലതും അവിടെ ഉണ്ട്. SFI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പോലും ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്, കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഒരു നിയമ നടപടി ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ചൊക്കെ പലതും പറയുന്നുണ്ട്, ഞാനതൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ എങ്കിലും എന്റെ സിമ്പിൾ ചോദ്യം ഇതാണ് ജയരാജ്, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നതും ഏറ്റവും കൂടുതൽ ഈ ഭരണത്തെ വിവാദങ്ങളിൽ പെടുത്തിയതും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ വിമർശനങ്ങൾ ഉയർന്നതും ഒക്കെ ഏത് വകുപ്പിനെ കുറിച്ചാണ്? ആ മുഖ്യമന്ത്രിയെ കുറിച്ചല്ലേ? മുഖ്യമന്ത്രിക്കെതിരെയല്ലേ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നത്? അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു പല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നത്? അദ്ദേഹത്തിനെതിരെയല്ലേ സ്വപ്ന സുരേഷിന്റെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നത്? അദ്ദേഹത്തിന്റെ വിശ്വസ്തരല്ലേ പൂരം കലക്കിയ പേരിൽ പ്രതിക്കൂട്ടിലായത്? അദ്ദേഹം ഏറ്റവും കൂടുതൽ വിശ്വസിച്ച പോലീസ് ഓഫീസറല്ലേ തൃശ്ശൂരിൽ BJP നേതാവിനെ കണ്ടത്? ഇതൊന്നും പാർട്ടിക്ക് ബാധകമല്ലേ? എന്തുകൊണ്ടാണ് ചെറിയ തെറ്റ് ചെയ്ത ജയരാജൻ, അദ്ദേഹത്തിന്റെ മക്കളൊന്നും വലിയ സ്ഥാനങ്ങളിലൊന്നും എത്തിയിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം പുസ്തകം എഴുതിയോ ചോദിച്ചു. അദ്ദേഹം എഴുതിയില്ലേ പുസ്തകം? അത് വളരെയേറെ വായിക്കപ്പെടുകയും ചർച്ചാ വിഷയമാകുകയും ചെയ്തതല്ലേ? EP ജയരാജൻ പുസ്തകം എഴുതിയ പോലെയാണോ ജയരാജൻ പുസ്തകം എഴുതിയത്? അതേ ചൊല്ലി വിവാദം ഉണ്ടായത്. അപ്പൊ അതൊക്കെ പറയാൻ കൊള്ളുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും. ശ്രീ എൻ ശ്രീകുമാർ, മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ശബ്ദങ്ങൾ മാത്രമല്ല ഇല്ലാതാക്കപ്പെടുന്നത്, ഒരു യുവനിര കൂടി, അല്ലെങ്കിൽ MP രാജേഷ് അടക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തവണ ഇടം പിടിച്ചിട്ടില്ല. M സ്വരാജിന് എതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റ് നേതാക്കന്മാരുടെ വിഷയമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു തലമുറയിലല്ല അടുത്ത തലമുറയിലേക്ക് കൂടി അങ്ങനെ ഒരു ആ തരത്തിലുള്ള ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് ഉള്ളൊരു സന്ദേശം കൂടിയാണോ കൊടുക്കുന്നത്? ശ്രീ എൻ ശ്രീകുമാർ. അതായത് അപർണ, നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്ന നേതാക്കളുടെ പേരുകൾ നോക്കുമ്പോൾ അത് അവർക്ക് താല്പര്യമുള്ളതിനെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഇപ്പം നോക്കൂ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, തൃശ്ശൂർ, അതുപോലെ തന്നെ മലപ്പുറം, ഈ 5 ജില്ലകളിലെ സെക്രട്ടറിമാരെ സംസ്ഥാന കമ്മിറ്റി വന്നിരിക്കുക. ഈ 5 ജില്ലകൾ മലബാറാണ്. അപ്പൊ പാർട്ടി ഇപ്പോഴും ആ മലബാർ കേന്ദ്രീകരിച്ച് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. ആ ഗ്രൂപ്പാണ് ഇന്ന് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മുഹമ്മദ് റിയാസിന്റെ സ്വാധീനം കൂടി വരികയാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, മന്ത്രി ബിന്ദു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണ്. ഗഗാറിനെ തോൽപ്പിച്ച റഫീഖ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണ്. അപ്പൊ ഗഗാറിനെ അന്ന് മത്സരിച്ച് തോൽപ്പിച്ചാണ്. അപ്പൊ അന്ന് ഈ പാർട്ടി പറഞ്ഞു അതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഗഗാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയവര് എന്തിനാ മാറ്റിയത്? അപ്പൊ ഇത് സംസ്ഥാന കമ്മിറ്റി വിഭാഗീയത ഉണ്ട്.
അത് ഞാൻ പറഞ്ഞ നീർ പുകഞ്ഞു വരികയാണത്. ഇത് അടിസ്ഥാന പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയമൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറും. കാരണം ഒക്കെ നിസ്സാരം പാവങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നേ ഉള്ളൂ. ഇവിടെ CPM-നെ കുറിച്ച് എനിക്കൊന്നും അറിയാത്ത, പാർട്ടിയിലെ അംഗമാണെന്നില്ലല്ലോ CPM-നെ കുറിച്ച് അറിയാൻ. ഞാൻ CPM-ന്റെ സമ്മേളനങ്ങൾ എത്രയോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. EMS-ന്റെ കാലത്ത് പാർട്ടി സമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ട് EMS പരസ്യമായിട്ട് വിമർശിക്കപ്പെട്ട ഒരു ലേഖകനാണ് ഞാൻ അന്ന്. അപ്പൊ അതുകൊണ്ട് പാർട്ടി സമ്മേളനമൊക്കെ അന്തസ്സായിട്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. പാർട്ടി അല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ പക്ഷേ ജയരാജ, നമുക്ക് ഈ പാർട്ടിയെ കുറിച്ച് അറിയാൻ പാർട്ടി സമ്മേളനത്തിൽ പോയിരിക്കണമെന്നില്ല. പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഈ പാർട്ടിയിലത്തെ എങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്, എങ്ങനെയാണ്, അതാണ് ഈ കാലം, അതാണ്. CPM-ലൊന്നും രഹസ്യമല്ല. ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പൊ 5 ജില്ലാ സെക്രട്ടറിമാരെ പിടിച്ച് സംസ്ഥാന കമ്മിറ്റി, അത് തിരുവനന്തപുരം ഇല്ല, കൊല്ലം ഇല്ല, ആലപ്പുഴ ഇല്ല, കോട്ടയിലൊന്നുമില്ല, ഒക്കെ കോഴിക്കോട് തൊട്ട് വടക്കോട്ടുള്ളവരാ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ കാരണം എന്താണ്? വിശദീകരിക്കണ്ടേ പാർട്ടി? എന്തുകൊണ്ട് മലബാറിലത്തെ സെക്രട്ടറിമാരെ മാത്രം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പാർട്ടിക്ക് താല്പര്യമുള്ളവരെ മാത്രമല്ല, എന്ന് വെച്ചാൽ ശബ്ദിക്കാൻ പാടില്ല. ഇനി അടുത്ത സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ശബ്ദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശശിയെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയ പാതകമൊന്നും അല്ല. ശശിക്ക് അതിലും വലിയ സ്ഥാനം ക്ലിഫ് ഹൗസിലുണ്ട്. ശശിയാണ് നിയന്ത്രിക്കുന്നതെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരാൾക്ക് എന്തിനാ സെക്രട്ടേറിയറ്റ്? ആ സെക്രട്ടേറിയറ്റിൽ ആരൊക്കെയാ ഉള്ളത്? കുറെ പാവങ്ങൾ, അത്രയല്ലേ ഉള്ളൂ. ജയരാജനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ജയരാജൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണോ അല്ലയോ എന്നുള്ളതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ജയരാജൻ ഈ പാർട്ടിക്ക് വേണ്ടിയല്ലേ അദ്ദേഹം കുറെ കഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള ജയരാജൻ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ ജയരാജനെതിരെ ഉന്നയിച്ച ആക്ഷേപത്തെ കുറിച്ച് ജയരാജൻ മറന്നുപോയോ? അത് ജയരാജൻ പരസ്യമായിട്ട് മലയാളം വാരികയിൽ മറുപടി കൊടുത്തത് ജയരാജൻ പലതരത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പോലും സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നില്ലേ? അതിന് പോലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇടം കിട്ടിയില്ലേ എന്നുള്ള ചോദ്യം പോലും എത്ര കണ്ട് പ്രസക്തമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. പാർട്ടിയിൽ പിണറായിയുടെ സർവാധിപത്യമോ എന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ ആ പോളിൽ 87% പ്രേക്ഷകരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്, അതിലേക്ക് ചുരുങ്ങുകയാണ് എന്ന് തന്നെയാണ്. CPM സംസ്ഥാന സമ്മേളനത്തിലെ സമാപന സമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ KM ഷാജഹാൻ, ഡോക്ടർ B. ജയരാജ, N. ശ്രീകുമാർ, ഒപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്ന്.